ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കേഡർ. നമ്മൾ മുൻ വർഷങ്ങളിൽ കഴിഞ്ഞ ഒരു LGCൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കിട്ടിയ മാർക്ക് എത്രയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ക്വസ്റ്റ്യൻ നമ്പർ 1, മിശ്രഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി ആരാണ്? ആൻസർ ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ. 2, ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ. ആൻസർ ഓപ്ഷൻ സി അന്റോണിയോ ഗുട്ടറസ്. 3, 1933 കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട പട്ടണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം. 4, ബ്ലാക്ക് ബെൽറ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കരാട്ടെ. 5, കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ഡി ആണ് തമിഴ്നാട്. 6, ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം. ഓപ്ഷൻ ഡി കേരളം. 7, ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏതാണ്? 7 ഓപ്ഷൻ ബി ആണ് നെല്ല്. 8, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ് രാഷ്ട്രപതി. 9, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി. ഓപ്ഷൻ ഡി കെ കരുണാകരൻ. 10, തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം ഏത്? വരയാട്. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗമാണ് വരയാട്. 11, താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സൗരോർജ്ജം. 12, ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. 13, ആര്യ സമാജ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ദയാനന്ദ സരസ്വതി. ആര്യസമാജ സ്ഥാപകൻ ദയാനന്ദ സരസ്വതി. 14, നമ്മുടെ ആമാശയരസത്തിലെ ആസിഡ് ഏതാണ്? 14 ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയരസത്തിലെ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. 15, സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? 15 ആൻസർ ഓപ്ഷൻ എ ആണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. 16, ത്രിഫലങ്ങളിൽ പെടാത്തത് ഏത്? 16 ഓപ്ഷൻ ബി ആണ് ജാതിക്ക. 17, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള മണ്ണിനം ഏതാണ്? 17 ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. 18, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ആസാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാം. 19, കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കാവേരി. കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. 20, ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? 20ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ് 36. 36 ദ്വീപുകളാണ് ലക്ഷദ്വീപ് സമൂഹത്തിലുള്ളത്. 21, കാക്രപ്പാറ ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? 21 ഓപ്ഷൻ എ ഗുജറാത്ത്. കാക്രപ്പാറ ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത്. 22, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള തുറമുഖം ഏതാണ്? 22 ഓപ്ഷൻ ബി ആണ് മംഗലാപുരം. 23, വയനാട്ടിലെ കുറിച്യ കലാപം നയിച്ചതാര്? 23 ഓപ്ഷൻ ഡി ആണ് രാമനമ്പി. വയനാട്ടിലെ കുറിച്യ കലാപം നയിച്ചത് രാമനമ്പി. 24, പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? 24 ഓപ്ഷൻ ഡി ആണ് ലോക്സഭാ സ്പീക്കർ. 25, ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശരേഖ ഏതാണ്? ഓപ്ഷൻ സി ഭൂമധ്യരേഖ. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ. 26, ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ഓപ്ഷൻ എ ചന്ദ്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം എന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ചന്ദ്രൻ. 27, ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ സി കാസർഗോഡ്. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഓപ്ഷൻ സി കാസർഗോഡ്. 28, കേരളത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന കറന്റിൻ്റെ വോൾട്ടേജ് എത്ര? ഓപ്ഷൻ ഡി 230 വോൾട്ട്. കേരളത്തിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന കറന്റിൻ്റെ വോൾട്ടേജ് 230 വോൾട്ട്. 29, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ഓപ്ഷൻ ഡി വെങ്കയ്യ നായിഡു. 30, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ്? ഓപ്ഷൻ സി ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ്? ഓപ്ഷൻ സി ബംഗാളി. 31, ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? 31 ഓപ്ഷൻ ഡി ആണ് തിയോസഫിക്കൽ സൊസൈറ്റി.
ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് തിയോസഫിക്കൽ സൊസൈറ്റി. 32. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി നാഗാലാൻഡ്. നാഗാലാൻഡിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് ഇംഗ്ലീഷ്. 33. രാജ്യങ്ങൾ ഒന്നുമില്ലാത്ത ഭൂഖണ്ഡം ഏതാണ്? 33ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അന്റാർട്ടിക്ക. രാജ്യങ്ങൾ ഒന്നുമില്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. 34. ലോക ജലദിനം. 34ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, മാർച്ച് 22. ലോക ജലദിനം മാർച്ച് 22. 35. വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക്? ഓപ്ഷൻ എ 7ാം സ്ഥാനം. വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക്? 7ാം സ്ഥാനം. 36. മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ്? 36 ഓപ്ഷൻ ബി ആണ്, വള്ളത്തോൾ നാരായണ മേനോൻ. എൻ്റെ ഗുരുനാഥൻ എന്ന കൃതി എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോൻ. 37. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഏത് ജില്ലയിൽ? 37 ഓപ്ഷൻ എ ആണ്, മലപ്പുറം. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് മലപ്പുറം ജില്ലയിലാണ്. 38. 2016 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിനായകന് ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ്? 38 ഓപ്ഷൻ ഡി ആണ്, കമ്മട്ടിപ്പാടം. 39. മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? 39 ഓപ്ഷൻ സി രാജസ്ഥാൻ. മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം രാജസ്ഥാനിലാണ്. 40. ഇന്ത്യയുടെ സമുദ്രതീരം കാത്തു സംരക്ഷിക്കുന്ന സേനാ വിഭാഗം ഏതാണ്? 40 ഓപ്ഷൻ എ ആണ്, കോസ്റ്റ് ഗാർഡ്. ഇന്ത്യയുടെ സമുദ്രതീരം കാത്തു സംരക്ഷിക്കുന്ന സേനാ വിഭാഗമാണ് കോസ്റ്റ് ഗാർഡ്. 41. വടക്ക് കിഴക്കൻ മൺസൂണിന് കേരളത്തിൽ അറിയപ്പെടുന്ന പേര്? 41 ഓപ്ഷൻ ഡി ആണ്, തുലാവർഷം. വടക്ക് കിഴക്കൻ മൺസൂണിന് അറിയപ്പെടുന്ന പേരാണ് തുലാവർഷം. 42. താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതഗൃഹവാതകം എന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 43. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞതാര്? 43 ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. 44. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം? 44 ഓപ്ഷൻ ബി കൊൽക്കത്ത. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് കൊൽക്കത്ത. 45. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയാകുന്നതിന് മുമ്പ് ഏത് സംസ്ഥാനത്തെ ഗവർണറായിരുന്നു? ഓപ്ഷൻ സി ബീഹാർ. 46. സലീം അലി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? 46 ഓപ്ഷൻ ബി പക്ഷി നിരീക്ഷകൻ. 47. വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടക്കുന്നതിന് സൗകര്യം നൽകുന്നത് എത്ര വർഷത്തേക്ക്? ഓപ്ഷൻ സി 15 വർഷം. വാഹനങ്ങൾക്ക് ഒറ്റത്തവണ നികുതി അടക്കുന്നതിന് സൗകര്യം നൽകുന്നത് 15 വർഷത്തേക്കാണ്. 48. കേരളത്തിൽ എത്ര നദികൾ ഉണ്ട്? ഓപ്ഷൻ സി 44 നദികൾ. 49. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം? ഓപ്ഷൻ എ എറണാകുളം. 50. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ്, ഗുജറാത്ത്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം ഗുജറാത്ത്. 51. ഗാന്ധിജി ജനിച്ച സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ്, ഗുജറാത്ത്. 52. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ? ഓപ്ഷൻ ബി കൊല്ലം. 53. 2017 ഇന്ത്യയിൽ നടന്ന ഫിഫ അണ്ടർ-17 വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച രാജ്യം? 53 ഓപ്ഷൻ എ ആണ്, ഇംഗ്ലണ്ട്. 54. ലക്ഷദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ? ഓപ്ഷൻ എ മലയാളം. 55. ഹരിത വിപ്ലവങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന വർധനവ് ഉണ്ടായ വിള ഏത്? 55 ഓപ്ഷൻ ബി ആണ്, ഗോതമ്പ്. 56. മാഹി ഏത് രാജ്യത്തിൻ്റെ കോളനിയായിരുന്നു? 56 ഓപ്ഷൻ ഡി ആണ്, ഫ്രാൻസ്. 57. വാഗൺ ദുരന്തം നടന്നത് ഏത് വർഷം? 57 ഓപ്ഷൻ സി 1921 വാഗൺ ദുരന്തം നടന്നത്. 58. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ? 58 ഓപ്ഷൻ ഡി ആണ് വരുന്നത്, സുഗതകുമാരി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി. 59. ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആൺകുട്ടികളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം? 59 ഓപ്ഷൻ ഡി ആണ്, 21. 60. ഒരു ബിൽ പാസ്സാക്കുന്നതിന് പാർലമെൻറ്റിൻ്റെ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം? 60 ഓപ്ഷൻ ബി 3 തവണ.
61. ഒരു സംഖ്യയുടെ 50% 100 എങ്കിൽ സംഖ്യ ഏത്? 61 ഓപ്ഷൻ എ 200. 62. 10 പൈസ 10 രൂപയുടെ എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി 1%. 63. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു കുളത്തിന്റെ ചുറ്റളവ് എത്ര? 63 ഓപ്ഷൻ ബി ആണ് 140 മീറ്റർ. 64. കിച്ചു 4 പെൻസിൽ 11 രൂപയ്ക്ക് വാങ്ങുന്നു എങ്കിൽ ഒരു ഡസൻ പെൻസിൽ വാങ്ങാൻ എത്ര രൂപ വേണം? 64 ഓപ്ഷൻ ഡി 33 രൂപ. 65. അമ്മു ശനിയാഴ്ച 10:15 PM ഉറങ്ങി. അടുത്ത ദിവസം 6:30 AM എഴുന്നേറ്റുവെങ്കിൽ അവൾ എത്ര മണിക്കൂർ ഉറങ്ങി? 65 ഓപ്ഷൻ സി ആണ് 8 മണിക്കൂർ 15 മിനിറ്റ്. 66. 1 കിലോമീറ്റർ എത്ര മീറ്റർ? 66 ഓപ്ഷൻ ബി ആയിട്ടാണ് വരിക 1000. 67. 100 മില്ലിമീറ്റർ. ഓപ്ഷൻ എ 10 സെന്റിമീറ്റർ. 100 മില്ലിമീറ്ററിന് തുല്യമാണ് 10 സെന്റിമീറ്റർ. 68. 7 കിലോഗ്രാം ഡാഷ് ഗ്രാം. ഓപ്ഷൻ ഡി 7000. 69. 1 ലക്ഷത്തിൽ എത്ര നൂറുകൾ ഉണ്ട്? ഓപ്ഷൻ സി 1000. 70. 10 × 10 ഡിവൈഡഡ് 10 × 10. ആൻസർ ഓപ്ഷൻ ബി ആണ് 100. 71. 1200 രൂപ വീതം വിലയുള്ള 4 കസേരക്കും 2800 രൂപ വിലയുള്ള ഒരു മേശയ്ക്കും കൂടി ആകെ വില എത്ര? 71 ഓപ്ഷൻ ഡി 7600 രൂപ. 72. 12 പേർ ചേർന്ന ഒരു സംഘം ഒരു യാത്രയ്ക്ക് പോയി. ആകെ 5940 രൂപ ചെലവായി. ചിലവ് 12 പേർക്കും തുല്യമായി വീതിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര രൂപ ചിലവ് വരും? 72 ഓപ്ഷൻ സി ആണ് 495 രൂപ. 73. ഒരു സ്കൂളിൽ 8, 9, 10 ക്ലാസുകളിലായി ആകെ 876 കുട്ടികൾ ഉണ്ട്. 10ാം ക്ലാസ്സിൽ ആകെ 292 കുട്ടികളാണ് ഉള്ളത് എങ്കിൽ 8, 9 ക്ലാസുകളിലായി ആകെ എത്ര കുട്ടികൾ ഉണ്ട്? 73 ഓപ്ഷൻ എ ആണ് 584 കുട്ടികൾ. 74. അപ്പുവിന്റെ ഇപ്പോഴത്തെ വയസ്സിനേക്കാൾ 22 കൂടുതലാണ് അവന്റെ അമ്മയുടെ വയസ്സ്. അപ്പുവിന് 4 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ് 17 ആണ് എങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 74 ഓപ്ഷൻ എ 35. 75. 7 കുപ്പികളിലായി 1/4 ലിറ്റർ വീതം പാൽ ഉണ്ട്. ഇത് എല്ലാം ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ ആകെ എത്ര ലിറ്റർ പാൽ ഉണ്ടാകും? 75 ഓപ്ഷൻ ഡി 1.25 ലിറ്റർ. 76. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ. ഇതിന്റെ രണ്ട് വശങ്ങൾ 18 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ ആണെങ്കിൽ മൂന്നാമത്തെ വശം എത്ര സെന്റിമീറ്റർ? 76 ഓപ്ഷൻ ബി ആണ് 10 സെന്റിമീറ്റർ. 77. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും കൂട്ടിയാൽ 10 സെന്റിമീറ്റർ കിട്ടുമെങ്കിൽ ചുറ്റളവ് എത്ര സെന്റിമീറ്റർ? 77 ഓപ്ഷൻ എ ആണ് 20. 78. 1 കിലോഗ്രാമിന് 32 രൂപ വിലയുള്ള 5 കിലോഗ്രാം അരിയും 45 രൂപയ്ക്ക് 1 കിലോഗ്രാം പഞ്ചസാരയും 98 രൂപയ്ക്ക് വെളിച്ചെണ്ണയും വാങ്ങി. 500 രൂപ കൊടുത്താൽ രാമുവിന് എത്ര രൂപ തിരിച്ചു കിട്ടും? 78 ഓപ്ഷൻ സി ആണ് 197 രൂപ. 79. മധു ബാങ്കിൽ നിന്ന് 2000 രൂപ പിൻവലിച്ചപ്പോൾ മുഴുവനും 10 രൂപ നോട്ടുകളായാണ് കിട്ടിയത്. ആകെ നോട്ടുകളുടെ എണ്ണം? 79 ഓപ്ഷൻ ഡി ആണ് 200 രൂപ. 80. ലൈല ദിവസവും 6 ലിറ്റർ പാൽ മിൽക്ക് സൊസൈറ്റിയിൽ കൊടുക്കുന്നു. 1 ലിറ്റർ പാലിന് 50 രൂപ കിട്ടുമെങ്കിൽ ഒരാഴ്ചത്തേക്ക് ലൈലയ്ക്ക് എത്ര രൂപ അവിടെ നിന്ന് ലഭിക്കും? 80ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ് 2100 രൂപ. 81. നിശ്ചിത ആകൃതിയുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരമുണ്ട്. ഇത് ഏത് അവസ്ഥയാണ്? 81 ഓപ്ഷൻ ബി ഖരം. 82. ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? 82 ഓപ്ഷൻ ഡി വടക്ക്. 83. ചിത്രങ്ങളും സന്ദേശങ്ങളും ഫോൺ സന്ദേശവും കൈമാറാൻ പറ്റുന്ന ഉപകരണം? 83 ഓപ്ഷൻ എ ഫാക്സ്. 84. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഏത്? 84 ഓപ്ഷൻ സി ആണ് വെള്ളം. 85. വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയക്ക് പറയുന്ന പേര്? 85 ഓപ്ഷൻ എ സാന്ദ്രീകരണം. 86. പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ്? 86 ഓപ്ഷൻ ബി സുതാര്യ വസ്തുക്കൾ. 87. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആൾ? 87 ഓപ്ഷൻ ഡി ആണ് നീൽ ആംസ്ട്രോങ്. 88. ലഘുയന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലം? 88 ഓപ്ഷൻ എ യന്നം.
ലഘുയന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യജ്ഞം. 89 ടെലിഫോൺ കണ്ടുപിടിച്ചത് ആര്? 89 ഓപ്ഷൻ സി ആണ്, അലക്സാണ്ടർ ഗ്രഹാം ബെൽ. 90 നാടിൻ്റെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ചുമതലയില്ലാത്ത സ്ഥാപനമാണ് ഓപ്ഷൻ ഡി കുടുംബശ്രീ. നാടിൻ്റെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ചുമതലയില്ലാത്ത സ്ഥാപനമാണ് കുടുംബശ്രീ. 91 ജീവകം എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ ഡി നിശാന്തത. ജീവകം എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. 92 സസ്യങ്ങൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? ഓപ്ഷൻ എ ഹരിതകം. സസ്യങ്ങൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം. 93 മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 206. 94 ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ ആരാണ്? 94 ഓപ്ഷൻ സി ആണ്, ഹരിതസസ്യങ്ങൾ. 95 കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഏത്? 95 ഓപ്ഷൻ സി നെല്ല്. 96 മൂന്നാറിലെ രാജമല ഏത് ജീവിയുടെ സംരക്ഷണ കേന്ദ്രമാണ്? 96 ഓപ്ഷൻ എ വരയാട്. 97 മനുഷ്യകോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര? 97 ഓപ്ഷൻ ബി ആണ്, 23 ജോഡി. 98 ക്യൂലെക്സ് കൊതുകുകളിലൂടെ പകരുന്ന രോഗം ഏത്? ഓപ്ഷൻ എ മന്ത്. 99 മനുഷ്യനിൽ ദഹനം എവിടെ വെച്ച് ആരംഭിക്കുന്നു? 99 ഓപ്ഷൻ ഡി വായയിൽ വെച്ചിട്ടാണ് മനുഷ്യരിലെ ദഹനം ആരംഭിക്കുന്നത്. 100 പയർ ചെടിയുടെ വേരുകളിൽ കാണുന്ന ബാക്ടീരിയ ഏത്? ഓപ്ഷൻ എ റൈസോബിയം. അതാണ് ആൻസർ. പയർ ചെടിയുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ റൈസോബിയം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.